കളമശ്ശേരി വിടാക്കുഴ ഗ്രാമസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചവർപ്പാടത്തും കട്ടേപ്പാടത്തും നടക്കുന്ന നെൽകൃഷിക്ക് പാടശേഖരം ഒരുക്കുവാൻ ഏറുകാളയുമായി എത്തിയത് കർഷകനായ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. തൃശൂർ ജില്ലയിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡംഗം കെ ശിവരാമൻ പോതിയിലാണ് തന്റെ ഏറുകാളയെക്കൊണ്ട് നിലം ഉഴുതത്. കർഷക കുടുംബത്തിൽ ജനിച്ച ശിവരാമന്റെ പിതാവും മുത്തച്ഛനും കൃഷിക്കാരാണ്. സ്വന്തമായുള്ള 2 ഏക്കറിലും പാട്ടത്തിനെടുത്ത 4 ഏക്കറിലും ശിവരാമൻ നെൽകൃഷി ചെയ്യുന്നുണ്ട്. പകുതി രാസവളവും പകുതി ജൈവവളവും ഉപയോഗിച്ചാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. വിത്ത് വിതയ്ക്കുന്നതും നിലമുഴുത് മറിക്കുന്നതും ശിവരാമൻ തന്നെയാണ്. വളമിടുന്നതും മരുന്ന് അടിക്കുന്നതും ഇദ്ദേഹം തന്നെ. ഞാറുനടീലിനും കൊയ്യുന്നതിനും നാട്ടിലെ കർഷക തൊഴിലാളികൾ ഇദ്ദേഹത്തോടൊപ്പമുണ്ട്. കൊയ്ത്തു യന്ത്രവും നടീൽ യന്ത്രവും ശിവരാമൻ പാടത്ത് ഉപയോഗിക്കുന്നുണ്ട്. സ്വന്തമായുള്ള 2 ഏക്കറിൽ കർഷക തൊഴിലാളികൾ മാത്രമാണ് കൃഷി ജോലികൾ ചെയ്യുന്നത്. നാടൻ പൊന്മണി വിത്താണ് ഈ കൃഷി നിലത്തിൽ ഉപയോഗിക്കുന്നത്. ആണ്ടിൽ 2 തവണ ശിവരാമന്റെ സ്വന്തം കൃഷിയിടത്തിൽ നെൽകൃഷി നടത്തുന്നുണ്ട്. പാട്ടത്തിനെടുത്ത 4 ഏക്കർ സ്ഥലം വർഷത്തിൽ 1 തവണ കൃഷിക്കായി ഉപയോഗിക്കുന്നു. നാടൻ പൊന്മണിക്ക് പുറമെ ജ്യോതി, മട്ട ത്രിവേണി ഇനങ്ങളിൽപ്പെട്ട നെൽവിത്തുകളും ശിവരാമൻ ഉപയോഗിക്കുന്നുണ്ട്. സ്വന്തം കൃഷിനിലത്തിൽ നിന്നും ലഭിക്കുന്ന 200 പറ നെല്ല് കുടുംബത്തിലെ ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്നു. പാട്ടത്തിനെടുത്ത 4 ഏക്കർ കൃഷിഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന 10 ടൺ നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകുന്നു. കഴിഞ്ഞ 8 വർഷമായി കർഷക തൊഴിലാളികൾക്ക് കൂലി നൽകിയാണ് കൃഷി ചെയ്യുന്നത്. കൊയ്ത്തിന് ഇറങ്ങുന്ന കർഷക തൊഴിലാളികൾക്ക് പതമ്പ് നൽകുന്ന പതിവ് 8 വർഷമായി ഇല്ലാതായി എന്നും ശിവരാമൻ പറയുന്നു. കൃഷിഭവൻ മുഖാന്തരം സൗജന്യ വിത്ത്, സബ്സിഡി നിരക്കിൽ വളം എന്നിവ ശിവരാമന് ലഭിക്കുന്നുണ്ട്. ഉൽപാദന ബോണസായി സെന്റിന് 4 രൂപ വെച്ചും ഉടമക്കൂലി ഇനത്തിൽ സെന്റിന് 4 രൂപ നിരക്കിലും കർഷകർക്ക് ലഭിക്കുമെന്ന് ശിവരാമൻ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷം മുമ്പ് മാങ്കുടി പാടശേഖര സമിതിയുടെ സെക്രട്ടറിയായിരുന്നു ശിവരാമൻ. തൃശൂർ ജില്ലയിലും ഭൂമാഫിയ സജീവമാണെന്ന് ഇദ്ദേഹം സൂചിപ്പിച്ചു. തന്റെ ചുറ്റുപാടുമുള്ള പ്രദേശത്ത് കൃഷിനിലം നികത്തുവാൻ എത്തുന്ന വാഹനങ്ങൾ തടയുവാനും അവർക്കെതിരെ നിയമ നടപടികൾക്ക് നേതൃത്വം നൽകുവാനും ശിവരാമൻ എന്ന കർഷകൻ മുമ്പിലുണ്ട്. ലക്ഷങ്ങൾ മുന്നിൽ കാണുമ്പോൾ തന്റെ പൈതൃകവും സംസ്കാരവും മറന്ന് കർഷകൻ പാടശേഖരങ്ങൾ ഭൂമാഫിയയ്ക്ക് അടിയറ വയ്ക്കുന്നുവെന്നാണ് ശിവരാമന്റെ അഭിപ്രായം. കൃഷി ചെയ്യുന്നവരെ സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണം എന്ന ആവശ്യമാണ് അധികാരികൾക്ക് മുമ്പിൽ ശിവരാമന് പറയുവാനുള്ളത്. രാപ്പകൽ ഇല്ലാതെ അധ്വാനിക്കുന്ന കർഷകനായ ഈ ഗ്രാമപഞ്ചായത്ത് അംഗം മറ്റു കർഷകർക്കും ഭൂ ഉടമകൾക്കും ഒരു മാതൃക തന്നെയാണ്. രാധികയാണ് ശിവരാമന്റെ ഭാര്യ. പ്ലസ് ടുവിൽ പഠിക്കുന്ന കാർത്തിക നായരും 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാവ്യ നായരും ശിവരാമന്റെ 2 മക്കളാണ്. നിലം എപ്പോഴും നിലനിർത്തണം. നിലം നിലനിർത്തിയാൽ തന്നെയാണ് കൃഷി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ വെള്ളം, അതുപോലെ തന്നെ പഴയ കാരണന്മാർ നിലനിർത്തി പോകുന്ന പൈതൃകം, ആ ഒരു സമ്പത്ത് ഇവിടെ നിലനിർത്തണം. ആ നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയും ഇതേമാതിരി തന്നെ ഇവിടെ പണിയാണ്ട് കിടക്കുന്ന നിലങ്ങളെല്ലാം അടുത്ത തവണ വരുമ്പോൾ എല്ലാം കൃഷിയായി എല്ലാം നെല്ല് വളഞ്ഞ് 100 മേനി വിളയട്ടെ എന്നും ആണ് പറയാനുള്ളത്.